നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവി പഠിക്കാൻ CPI. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി വിശദ റിപ്പോർട്ട് നൽകാൻ മലപ്പുറം ജില്ലാ നേതൃത്വത്തിന് സംസ്ഥാന എക്സിക്യൂട്ടീവ് നിർദ്ദേശം നൽകി. ഭരണവിരുദ്ധ വികാരം ഉണ്ടായോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നതിനാൽ ഇക്കാര്യവും പരിശോധിക്കും. M. സ്വരാജിന്റെ വ്യക്തിപ്രഭാവം നിലമ്പൂരിൽ വോട്ടായി മാറിയില്ലെന്നാണ് CPIയുടെ പ്രാഥമിക വിലയിരുത്തൽ. വിവരങ്ങളുമായി D. ബിനോയ് ചേരുന്നു. ബിനോയ്, വിശദാംശങ്ങൾ. ഇന്നലെയാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തിരുവനന്തപുരത്ത് ചേർന്നത്. വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ളത്. കാരണം പോത്തുകൽ സ്വദേശി, നിലമ്പൂരിലെ പോത്തുകൽ സ്വദേശിയായ M. സ്വരാജിന് തന്റെ വാർഡിൽ പോലും വോട്ട് ലീഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം, അത് ചർച്ച ചെയ്യണം. ഒപ്പം പരാജയ കാരണങ്ങളെ കുറിച്ച് അന്വേഷണം വേണം എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്നു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 നേതാക്കന്മാരെ ഈ ജില്ലാ കമ്മിറ്റിയുടെ പിൻബലത്തോടുകൂടി അവിടെ പാർട്ടിക്കുണ്ടായ അല്ലെങ്കിൽ LDFിനുണ്ടായ പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. PP സുനീർ, P. സന്തോഷ് കുമാർ, സത്യൻ മുഖേരി, ഈ 3 പേരാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കുക. വ്യക്തിപ്രഭാവം ഒരിക്കൽ പോലും അനുകൂലമായില്ല എന്നുള്ളതാണ് CPIയുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ചും ആ നാട്ടുകാരൻ, അതിനുപരി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളിന് അവിടെ വലിയ തരത്തിൽ ഒരു പരാജയമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത്തരം കാര്യങ്ങൾക്കുള്ള സാധ്യതകൾ എത്ര കണ്ട് വലുതാണ്? വരാൻ പോകുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ പരാജയത്തിന്റെ അല്ലെങ്കിൽ ഈ പരാജയം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലെ ബുദ്ധിമുട്ട് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ? ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ 3 സമിതി അന്വേഷിക്കുക. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ ചേർന്ന പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, കാരണം LDFിലെ എല്ലാ ഘടകകക്ഷികളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടും M. സ്വരാജിനെ പോലുള്ള ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിനെ വിജയിപ്പിക്കാൻ കഴിയാതെ പോയത് ഒരു വീഴ്ച ആണ് എന്ന് തന്നെയാണ് CPIയുടെ വിലയിരുത്തൽ. ശരി, D. ബിനോയിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.